ما كان على النبي من حرج فيما فرض الله له سنة الله في الذين خلوا من قبل وكان أمر الله قدرا مقدورا الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده حمدا كثيرا طيبا مباركا فيه. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ ഖുർആൻ്റെ പഠിതാക്കളെ, സൂറത്തുൽ അഹ്സാബിൻ്റെ 36-37 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ചുരുക്ക എന്ന് പറയുന്നത്, ആ 2 വചനങ്ങളും വിശ്വാസികളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരേ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്ക് മുന്നിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കും സാമൂഹിക ആചാരങ്ങൾക്കും യാതൊരു സ്ഥാനവുമില്ല എന്നും, അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആളുകൾ എന്തു വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ കീഴ്വഴക്കങ്ങൾ തടസ്സമാകുമെന്നോ ഭയപ്പെടേണ്ടതില്ല എന്ന കാര്യമാണ് വളരെ പ്രധാനമായും ആ 2 വചനങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 36 കഴിഞ്ഞ് 37 കഴിഞ്ഞ് 38 വചനത്തിലേക്കാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ കടക്കുന്നത്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ പ്രവാചകന്മാർക്ക് വല്ല പ്രയാസമുണ്ടോ എന്നും, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രപഞ്ചത്തിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ ഈ വചനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കും. പ്രസ്തുത വചനങ്ങൾ നമ്മളതിൻ്റെ ആയത്തുകൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് മുകളിൽ ഓതി കേട്ടിട്ടുണ്ട്. നമ്മൾ വചനങ്ങളിലേക്ക് കടക്കുകയാണ്. 38 ആയത്തിൽ അള്ളാഹു പറയുന്നത്, മാക്കാന ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനില്ല, അലൻ നബി നബിയുടെ മേൽ, മിൻ ഹറജിൻ ഒരു വിഷമവും, ഫീമാ ഫറള അള്ളാഹു നിയമിച്ചതിൽ നിശ്ചയിച്ചതിൽ, ലഹു അദ്ദേഹത്തിന്, സുന്നത്ത് അല്ലാഹി അള്ളാഹുവിൻ്റെ നടപടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗം, അള്ളാഹുവിൻ്റെ ചട്ടം, ഫില്ലദീന ഖലൗ മുൻകഴിഞ്ഞു പോയവരിൽ, മിൻ ഖബിൽ മുമ്പ്, വകാന ആകുന്നു അല്ലെങ്കിൽ ആയിരിക്കുന്നു, അമ്രുല്ലാഹി അള്ളാഹുവിൻ്റെ കൽപ്പന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യം, ഖദറൻ നിർണയം വ്യവസ്ഥ, മഖ്ദൂറ നിർണയം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ട ഖണ്ഡിതമായ. അള്ളാഹു 38 വചനത്തിലൂടെ പറയുന്നത്, അള്ളാഹു നബിക്ക് നിയമിച്ചു കൊടുത്തതിൽ അദ്ദേഹത്തിൻ്റെ മേൽ യാതൊരു നിലക്കുമുള്ള യാതൊരു വിഷമവും ഉണ്ടാകാനില്ല. മുൻകഴിഞ്ഞു പോയിട്ടുള്ളവരിൽ നടപ്പാക്കപ്പെട്ടിരുന്ന അള്ളാഹുവിൻ്റെ നടപടിക്രമം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന വ്യവസ്ഥാപിതമായി ഒരു ഖണ്ഡിതമാകുന്നു, വ്യവസ്ഥയാകുന്നു എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തൊട്ടടുത്ത വചനവും കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ല. ഇവിടെ പറയുന്നത് അല്ലദീന യുബല്ലിഗൂന എത്തിച്ചു കൊടുക്കുന്ന, പ്രബോധനം ചെയ്യുന്നവർ, റിസാലാത്തില്ല അള്ളാഹുവിൻ്റെ ദൗത്യങ്ങളെ, വയഖ്ശൗനഹു അവർ അവനെ പേടിക്കുകയും ചെയ്യുന്നു, വലാ യഖ്ശൗന അവർ പേടിക്കുന്നുമില്ല, അഹദൻ ഒരാളെയും, ഇല്ലല്ലാഹ് അള്ളാഹുവിനെ അല്ലാതെ, വകഫാ മതി, ബില്ലാഹി അള്ളാഹു തന്നെ, ഹസീബ വിചാരണക്കാരനായിട്ട്. അള്ളാഹു ഇവിടെ പറയുന്നത്, അതായത് അള്ളാഹുവിൻ്റെ ദൗത്യങ്ങളെ എത്തിച്ച് പ്രബോധനം ചെയ്തു കൊടുക്കുകയും അവനെ പേടിക്കുകയും അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും പേടിക്കാതിരിക്കുകയും ചെയ്തിരുന്നവർ, അവരിൽ
നടപ്പാക്കപ്പെട്ട നടപടി തന്നെ നബിയിലൂടെയും നടപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വിചാരണ നടത്തുന്നവനായി അള്ളാഹു തന്നെ മതി എന്നാണ് ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. 38, 39 വചനങ്ങൾ. ഈ വചനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രധാനമായ ആശയങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, റബ്ബിൻ്റെ കൽപ്പന, ഈ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നതല്ല എന്ന് മുന്നായത്തുകളിൽ നമ്മൾ പറഞ്ഞു. 37-ാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ നിയമം നടപ്പാക്കുക മാത്രമാണ് ചെയ്തത്. അത് മാതൃക കാണിക്കൽ. 38-ാമത്തെ ആയത്തിൽ മുൻ പ്രവാചകന്മാരെ പോലെ സമൂഹത്തിലെ തെറ്റായ ആചാരങ്ങളെ തിരുത്തി അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പ്രായോഗികമായി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്ന പ്രവാചകന്റെ ബാധ്യതയാണ് അള്ളാഹു മാത്രം ഭയപ്പെടുക എന്ന 39-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പാക്കുമ്പോൾ പ്രവാചകന്മാർ സമൂഹത്തെയോ വിമർശനങ്ങളെയോ അല്ലെങ്കിൽ സമൂഹം പറയുന്ന കുത്തുവാക്കുകളെയോ ഭയപ്പെടേണ്ടതില്ല എന്നും അവർ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ എന്നും വിമർശകരെയൊക്കെ അവഗണിച്ചുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകളുമായി മുന്നോട്ട് പോവുക എന്നതാണെന്നും അവിശ്വാസികളുടെയും അതുപോലെ തന്നെ വക്രബുദ്ധിക്കാരുടെയും ഒക്കെ ആരോപണങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്നും വിചാരണ ചെയ്യുവാനും നടപടിയെടുക്കുവാനും എല്ലാത്തിനും അധികാരമുള്ളത് റബ്ബ് മാത്രമാണെന്നും അള്ളാഹു തന്നെ മതിയാകുന്നവനാണെന്നും ഇതാണ് പ്രധാനമായും ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്ന സന്ദേശം. ഇത് നമ്മൾ മനസ്സിലാക്കുക. ദത്തുപുത്രൻ യഥാർത്ഥ മകനല്ലെന്നും അവരുടെ മുൻഭാര്യയെ വിവാഹം കഴിക്കുന്നത് തെറ്റല്ലെന്നും തെളിയിക്കുക കൂടിയാണ് അന്ന് നടന്ന അറേബ്യൻ അനാചാരത്തെ തിരുത്തുക എന്ന സന്ദേശമാണ് ഇതിൽ നിന്നുള്ളത്. ഇത് പരീക്ഷയ്ക്കൊക്കെ ഈ ഭാഗം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ പ്രവാചകന്റെ ഉത്തരവാദിത്തം ജനങ്ങളെ ഭയപ്പെടാതെ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുക, നിയമങ്ങൾ നടപ്പാക്കുക എന്നതാണെന്നും വിമർശകരോട്, ഇസ്ലാമിനെതിരെ വിമർശിക്കുന്ന ആളുകളോടുള്ള നിലപാടുകൾ കൂടി, ആരോപണങ്ങൾ അവഗണിച്ച് വിചാരണ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്ന സന്ദേശം കൂടി ഈ വചനത്തിലൂടെ നൽകുന്നുണ്ട്. ഇതാണ് 38, 39 വചനങ്ങളിൽ പ്രധാനമായും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. 40-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ കടന്നാൽ അവിടെ അള്ളാഹു പറയുന്നത് മാക്കാന, അല്ല, ആയിട്ടില്ല, മുഹമ്മദ് അബാ അഹദിൻ, ഒരാളുടെയും പിതാവ് അല്ലെങ്കിൽ ബാപ്പ ആയിട്ടില്ല, മിൻ റിജാലിക്കും, നിങ്ങളുടെ പുരുഷന്മാരിൽപ്പെട്ട, വലാക്കിൻ, എങ്കിലും, പക്ഷേ, റസൂൽ അല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂൽ അത്രേ, വഖാത്തമൻ നബിയീൻ, നബിമാരിൽ അവസാനത്തെയാളും അന്തിമ പ്രവാചകനുമാണ്, വകാന അല്ലാഹു, അള്ളാഹു ആകുന്നു, ബിക്കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവെ, എല്ലാ കാര്യത്തെപ്പറ്റിയും, അലീമ, അറിയുന്നവനാകുന്നു എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല, എങ്കിലും അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലും നബിമാരിൽ അവസാനത്തെയാളുമാകുന്നു, അള്ളാഹു എല്ലാ വസ്തുവെക്കുറിച്ചും അറിയുന്നവനാകുന്നു എന്നാണ്. ഇവിടെ ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവല്ല എന്ന സന്ദേശമാണ്. ഇത് വ്യക്തമാക്കുന്നതോടൊപ്പം ഇസ്ലാമിലെ അടിസ്ഥാന സിദ്ധാന്തമായ അവസാന പ്രവാചകൻ, അന്തിമ പ്രവാചകത്വം, ഖാത്തമുൻ നുബുവ, അത് ഈ വിഷയത്തിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രവാചകൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് തെറ്റാണെന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ അത് പഠിപ്പിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കാനാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു നബിയുടെ പുത്രനല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവല്ല. അതിനാൽ പോറ്റുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനം ചെയ്ത സ്ത്രീയെ നബിക്ക് വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പ്രായോഗികമായി നടപ്പാക്കുക എന്ന പ്രവാചകന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ പ്രവാചകന്മാരും റസൂലുകളും അവരുടെ നബിമാരും റസൂലുകളും അതിലെ വ്യത്യാസം, ദിവ്യ സന്ദേശം ലഭിച്ചവരെല്ലാം നബിമാരാണ്. അതോടൊപ്പം പുതിയ ദൗത്യവുമായി റിസാലത്ത് നിയോഗിക്കപ്പെട്ടവരാണ് റസൂൽ. ഇതിൻ്റെ ആ വ്യത്യാസവും കൂടി ഇതിൽ നിന്ന് മൗലവി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ശേഷം ഇനി ഒരു നബിയോ റസൂലോ വരാനില്ല എന്നതുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം ഈ ഖാത്തമുൻ നബിയീൻ എന്നും ഖാത്തിമുൻ നബിയീൻ എന്നും രണ്ട് വായനയുണ്ട് എന്നും ഖുർആൻ വായനക്കാരായ പണ്ഡിത നേതാക്കളിൽ പലരും ഖാത്തിം എന്നാണ് വായിച്ചിട്ടുള്ളത് എന്നും കൊടുത്തിട്ടുണ്ട്. ഏതാണെങ്കിലും നബിമാരിൽ അവസാനത്തെയാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അന്ത്യപ്രവാചകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ക്രിയാരൂപമായ ഖതമ എന്ന വാക്ക് അവസാനിപ്പിച്ചു എന്നും മുദ്ര വെച്ചു എന്നുമൊക്കെയാണ്, സീൽ വെച്ചു എന്നുള്ള അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടാറുണ്ട്. ഇതനുസരിച്ചുകൊണ്ട് തന്നെ ഈ പദം മുദ്ര, സീൽ എന്ന അർത്ഥം വരുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഇനിയൊന്നും സംഭവിക്കാനില്ല എന്നതാണ് ഇതിൻ്റെ വിഷയം. നബിമാരിൽ അവസാനത്തെ ആൾ എന്ന് മാത്രമാകുന്നു. എങ്കിലും ഒന്നിൽ സീൽ വെച്ചു എന്ന് സാധാരണ പറഞ്ഞാൽ അതിൽ ഇനി ഒന്നും ഏറ്റുവാനോ കുറയ്ക്കുവാനോ നിവർത്തി ഇല്ലാതാക്കി എന്നാണല്ലോ ഉദ്ദേശം. അങ്ങനെ നോക്കുമ്പോൾ തന്നെയും അത് ഇനിയൊരു പ്രവാചകൻ ഈ ലോകത്തേക്ക് വരാനില്ല. പക്ഷേ ഈ വചനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആളുകൾ ഇനിയും പ്രവാചകന്മാർ വരാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഖാദിയാനികളെ പോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലും അത്തരം ആളുകളെ കാണാൻ സാധിക്കും. അല്ലെ, അഹമ്മദിയാക്കൾ ഇല്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രവാചകനാണെന്ന് സമ്മതിച്ചാൽ അവരുടെ നേതാവും അതുപോലെ നബിവാദിയായിട്ട് മിർസാ ഖുലാം അഹമ്മദ് ഖാദിയാനിക്ക് നബിത്വം കൽപ്പിക്കാൻ നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഇനിയും ഒരു പ്രവാചകൻ വരാനുണ്ട് ഇല്ലേ എന്ന ഈ ഖാതമുൻ നബിയീൻ എന്ന വാക്കിന് നബിമാരുടെ സീൽ എന്ന വാക്കർത്ഥം കൊടുക്കുകയും നബിമാരിൽ വെച്ച് ശ്രേഷ്ഠൻ എന്നതിന് വിവക്ഷ നൽകുകയുമാണ് ഇവർ സാധാരണ ചെയ്യാറുള്ളത്. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ പ്രധാന അറബി നിഘണ്ടുകളിൽ നിന്നോ ഇവർക്ക് യാതൊരു തെളിവും ഉദ്ധരിക്കാൻ സാധ്യമല്ല. ഇവരുടെ ദുർവ്യാഖ്യാനം മാത്രമാണ്. എല്ലാം നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അറബി ഗ്രന്ഥങ്ങളിലോ മറ്റോ വാദത്തിന് അനുകൂലമായി ചിത്രീകരിക്കുവാൻ സാധിച്ചേക്കുന്ന വല്ല പ്രയോഗവും കണ്ടാൽ അവർ അത് പൊക്കിപ്പിടിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അമാനി മൗലവി അത് വിശദമായി വിശദീകരിക്കുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അവസാന നബി എന്ന് അവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിൻ്റെ പൂർത്തീകരണവും ഖുർആനിൻ്റെ സംരക്ഷണവും. മനുഷ്യ സമൂഹം ബുദ്ധിപരമായി പൂർണ്ണത പ്രാപിച്ചതുകൊണ്ട് തന്നെ ലോകാവസാനം വരെയുള്ള നിയമങ്ങൾ ഉൾപ്പെടുത്തി അള്ളാഹു ഇസ്ലാമിനെ പൂർണ്ണമാക്കി. അതിനാൽ പുതിയൊരു വേദഗ്രന്ഥമോ നിയമമോ ഇനി ലോകത്ത് വരാനില്ല. ഇത് സൂറത്തുൽ മാഇദയിലെ 4-ാമത്തെ വചനം. അമാനി മൗലവി 5ഓളം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പ്രവാചകനാണ് അവസാന നബി എന്നതിൻ്റെ തെളിവായിട്ട്. അതിലാണ് ഈ പറഞ്ഞ ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും ഇസ്ലാമ ദീന എന്നുള്ള ആയത്താണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തരികയും എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർണ്ണമാക്കുകയും നിങ്ങൾക്ക് ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതുപോലെ സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. നാം തന്നെയാണ് പ്രമാണത്തെ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത്, നാം തന്നെ അതിനെ കാത്ത് സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിലൂടെ അത് അവസാനിച്ചു. ആ ഇസ്ലാമിൻ്റെ ആ പ്രമാണങ്ങൾ അവിടെ ആ പ്രമാണങ്ങൾ വ്യക്തമായി പഠിപ്പിക്കപ്പെടുകയാണ്. ഇനിയൊരു പുതുതായിട്ട് ഒന്നും ചേർക്കാനില്ല. ഇനിയൊരു പ്രവാചകൻ വരേണ്ട ആവശ്യവുമില്ല. അത് അള്ളാഹു അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു പ്രവാചകനിലൂടെ എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു തെളിവായിട്ട് അമാനി മൗലവി അവിടെ വിശദീകരിക്കുന്ന ഭാഗം, ഒന്നാമത് ഇങ്ങനെ ഈ 2 ആയത്തുകൾ കൊടുത്തുകൊണ്ട് മതം പൂർത്തിയാക്കി എന്നതിൻ്റെ തെളിവുകൾ കൊടുത്തു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് പ്രവാചകനായത്. ലോകത്തിൻ്റെ പ്രവാചകനാണ്, റഹ്മത്തുൽ ആലമീനാണ്. മുൻ പ്രവാചകന്മാർ പ്രത്യേക സമുദായങ്ങളിലേക്ക് വന്നവരാണ്. എന്നാൽ മുഹമ്മദ് നബി കാലദേശ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടത്. ഇതിന് തെളിവായി സൂറത്ത് അറാഫിലെ 158-ാമത്തെ ആയത്ത് അള്ളാഹു കൊടുക്കുന്നുണ്ട്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ ലഖുൽ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള പ്രവാചകൻ റസൂലാകുന്നു മുഹമ്മദ് നബി എന്നാണ്. അതുപോലെ നോക്കൂ, വേറെ ആയത്തുകളും ഖുറാനിലുണ്ട്. സൂറത്തു സബയിലെ 28-ാമത്തെ ആയത്തുണ്ട്, വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. മനുഷ്യർക്ക് ആകമാനം സന്തോഷവാർത്ത അറിയിക്കുവാനും താക്കീത് നൽകുവാനും ആയിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന വചനം അതിന് തെളിവാണ്. അതുപോലെ ഹദീസുണ്ട്, വകാന നബിയു ലയുബഅസു ഇലാ ഖൗമിഹി ഖാസത്തൻ എന്ന് തുടങ്ങുന്ന ഹദീസുണ്ട്. ഇലന്നാസി ആമ, നബി അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് മാത്രമായിരുന്നു നിയോഗിക്കപ്പെട്ടിരുന്നത് എന്നല്ല, മറിച്ച് ഞാൻ മനുഷ്യരിലേക്ക് പൊതുവായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസും ഇതിന് തെളിവായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ തെളിവ്. അതുപോലെ മൂന്നാമത് കൊടുക്കുന്നത്, നന്മ കൽപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം ഇനി സമുദായത്തെ നന്നാക്കാൻ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല. ആ ഉത്തരവാദിത്തം പണ്ഡിതന്മാർക്കും വിശ്വാസികൾക്കുമാണ് എന്ന് സൂറത്തു ആൽ ഇംറാന്റെ 104-ാമത്തെ ആയത്താണ്. വൽതകും മിൻകും ഉമ്മത്തൻ യദഊന ഇലൽ ഖൈരി വയഅ്മറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മയിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും നിഷിദ്ധ കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം
നിങ്ങളിൽ നിന്നുണ്ടായിരിക്കട്ടെ എന്ന ആയത്ത് ഇത് ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്നതിൻ്റെ തെളിവാണ്. അതുപോലെ ഹദീസുണ്ട്, വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ ഉലമാക്കൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന ഹദീസും ഇതുപോലെ പ്രവാചകനാണ് ലോകത്തെ അവസാന പ്രവാചകൻ എന്നതിൻ്റെ തെളിവാണ്. നാലാമതായി അമാനി മൗലവി കൊടുക്കുന്നത് സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം ഏത് കാലത്തും എപ്പോഴും ഉണ്ടായിരിക്കും എന്ന വചനമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എപ്പോഴും മനുഷ്യ സമൂഹങ്ങൾ, മനുഷ്യരെത്ര ദുഷിച്ചാലും സത്യം വിളിച്ചു പറയുന്ന ഒരു വിഭാഗം എക്കാലത്തും ഉണ്ടാകും എന്നതാണ്. അതിൻ്റെ ഹദീസ് എന്താണ്? ലാ യസാലു മിൻ ഉമ്മത്തി ഉമ്മത്തൻ ഖായിമത്തുൻ ബിഅംരിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളുമായി പോലെ ലാ യദുർഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും എന്ന് പറയുന്ന ഹദീസാണ്. എൻ്റെ സമുദായത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നിലകൊള്ളുന്ന ഒരു സമൂഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവർ അതേ നിലയിലായിരിക്കും ലോകാവസാനം വന്നെത്തുകയും ചെയ്യും എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ത്വായിഫത്തുൽ മൻസൂറ, ഫിർഖത്തുൻ നാജിയ, അഹ്ലു സുന്നത്തി വൽ ജമാഅ, പ്രവാചകന്റെ അനുയായികൾ, സലഫികൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അതെക്കാലത്തും സത്യം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലോകാവസാനം വരെ അവരിങ്ങനെ ആ ഒരു വിഭാഗം, ചെറിയൊരു സംഘം ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്നതിലൂടെ ഇല്ലേ ആ ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വവും ആ ഒരു വിഭാഗത്തിൻ്റെ സ്വഭാവ രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതും അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിൻ്റെ തെളിവാണ്. അതുപോലെ അഞ്ചാമതായി പറഞ്ഞത് പ്രവാചക സമാപ്തി വ്യക്തമാക്കുന്ന ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കെട്ടിടത്തെ ഉപമിച്ചുകൊണ്ട് ഒരു ഇഷ്ടികയുടെ ഉപമ പറഞ്ഞിട്ടുണ്ട്. സുന്ദരമായ ഒരു ഭവനം, അത് നിർമ്മിച്ച് അതിലൊരൊറ്റ ഇഷ്ടികയുടെ വിടവ് മാത്രം ബാക്കി വെച്ചു. നബി പറയുന്നു, അത് ആ സ്ഥലത്ത് ആ കല്ലിൻ്റെ സ്ഥാനം ഞാനാകുന്നു എന്നാണ്. കാരണം മറ്റെല്ലാ ഇഷ്ടികകളും ഓരോ പ്രവാചകന്മാരാണ്, എങ്കിൽ ഒരു ഇഷ്ടിക മാത്രം വെച്ചുകൊണ്ടാണ് ആ വീട് പൂർത്തിയാക്കുന്നത്. അത് എന്നെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെ ഇനി ഒരു പ്രവാചകൻ വരാനുള്ള ആ ഒരു സ്പേസ് ഇസ്ലാമിക ആ ഒരു പ്രവാചക പൊങ്കന്മാരുടെ സരണിയിൽ ഇല്ല എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ളൊരു വാക്കുണ്ട്, അല്ലെ, പറയുന്നുണ്ട്, ലാ നബിയ ബഅദി, എന്നെ സംബന്ധിച്ചിടത്തോളം മൂസാ നബിയെ സംബന്ധിച്ച് ഹാറൂൻ നബി പദവിയിലാകുന്നു, പക്ഷെ എനിക്ക് ശേഷം ഒരു നബി ഇല്ല എന്ന് പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്. അതുപോലെ സഹാബാക്കളുടെ നിലപാടും ഇല്ലെ, വ്യാജ പ്രവാചകന്മാരും സഹാബാക്കളുടെ കാലത്ത് അതിന് ശേഷവും ഒക്കെ വന്നിട്ടുണ്ട്. അല്ലെ, മുസൈലിമത്തുൽ ഖദാബിനെ പോലെ അല്ലെ, അങ്ങനെ പല ആളുകളും പ്രവാചകനാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു പ്രവാചകത്വം, അതുപോലെ തന്നെ സഹാബാക്കളുടെ കാലത്ത് അതിന് ശേഷം ആരെങ്കിലും, നബി പറയുന്നുണ്ട്, പ്രവാചകത്വം ബാധിച്ചാൽ അവർ തെളിവ് ചോദിക്കാൻ പോയിട്ടില്ല, മറിച്ച് അവരെ കള്ളപ്രവാചകന്മാരായി പ്രഖ്യാപിച്ച് ഭരണകൂടം അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്തത്. അതായത് ആരെങ്കിലുമൊക്കെ പ്രവാചകനാണെന്ന് പറഞ്ഞ് വന്നാൽ അവർ നിങ്ങൾ പ്രവാചകനാണെന്നതിന് മോചിതത്വമുണ്ടോ, അല്ലെങ്കിൽ ആ മാനസികമായ പ്രവർത്തനങ്ങളുണ്ടോ, തെളിവുണ്ടോ എന്നൊന്നും ചോദിക്കാൻ പോലും പോയിട്ടില്ല. അവരെ കള്ളപ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുറങ്കിലടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭരണകൂടം അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ കാരണം? അങ്ങനെ സംഭവം ഉണ്ടാകാനേ ഇല്ല. കാരണം അത് വ്യക്തമായി ഇസ്ലാം പ്രവാചകനോടുകൂടി ലോകത്ത് പ്രവാചകന്മാർ വരുന്നത് അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു പ്രവാചകത്വം ബാധിക്കുന്നവർക്ക് അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അത്തരം സന്ദേശങ്ങൾ, അത്തരം വാദങ്ങൾ പറയുന്ന ആളുകൾ അത് പിശാചിൽ നിന്നുള്ളതാണ്. സൂറത്ത് ശൂറയിലെ അതിലെ 221, 222 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ വർത്തമാനം അറിയിച്ചു തരട്ടെയോ എന്ന് പറയുന്ന ഹൽ ഉനബ്ബിഉക്കും അലാമൻ തനസ്സലു ഷയാത്തീൻ എന്ന് പറയുന്ന, ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത് എന്ന് മഹാവ്യാജനും അതുപോലെ തന്നെ ദുഷ്ടനുമായ എല്ലാവരുടെയും മേലെത്ര അവർ ഇറങ്ങുന്നത്. ഇതാണ് ഈ 5 കാര്യങ്ങൾ അമാനുമൊരു കൊടുത്തുകൊണ്ട് ഇനി ഒരു പ്രവാചകൻ ഈ ലോകത്തേക്ക് വരാനില്ല എന്ന സന്ദേശം അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഈ ഭാഗം വളരെ പ്രധാനമാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ആ ഭാഗങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക. ആയത്തിൻ്റെ സാരം എന്ന് പറയുന്നത്, ഇതുവരെ പറഞ്ഞ ആയത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുർ റസൂലിന്റെ പിതാവല്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലും അന്തിമ പ്രവാചകനുമാണ്, ഖതമുൻ നബിയാണ്. ഖതമുൻ നബിയിൻ്റെ അർത്ഥം അവസാനത്തെ ആൾ, അല്ലെങ്കിൽ മുദ്ര, പ്രവാചകത്വം അവസാനിപ്പിക്കാനുള്ള കാരണങ്ങളാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. ദീൻ പൂർണ്ണമാക്കി എന്ന് സൂറത്തുൽ മാഇദയിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ സംരക്ഷണത്തെക്കുറിച്ച് സൂറത്ത് ഹിജ്റിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള പ്രവാചകനാണെന്ന് സൂറത്തുൽ അറാഫിൽ പറഞ്ഞിട്ടുണ്ട്. ആ നമ്പരൊക്കെ നമ്മൾ
ഓർത്തു നോക്കണം. സൂറത്തുൽ മാഇദയിലെ 4-ാമത്തെ വചനമാണ് ദീൻ പൂർത്തിയാക്കി എന്നുള്ളത്. സൂറത്തുൽ ഹജ്റിന്റെ 9-ാമത്തെ വചനമാണ് ഖുർആൻ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്നുള്ളത്. മുഹമ്മദ് നബി ലോകത്തുകാർക്ക് മുഴുവനുള്ള പ്രവാചകനാണെന്ന് സൂറത്തുൽ അറാഫിന്റെ 188-ാമത്തെ ആയത്താണ്. സമുദായത്തിന്റെ കടമ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ് എന്ന ഹദീസ്. അതുപോലെ പണ്ഡിതന്മാർ നബിയുടെ അനന്തരാവകാശികളാണ്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന ഹദീസ്. അതുപോലെ തന്നെ പ്രവാചകൻ അവസാന നബിയാണെന്നുള്ളതിൻ്റെ ഭവനത്തിൻ്റെ ഉടമ, ഒരു ഇഷ്ടികയുടെ ഉപമ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശേഷം ഒരു നബി ലാ നബിയ ബഅദി എന്ന പ്രഖ്യാപനം. ഇത്രയും കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ വളരെ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത്. ഇത് അമാനി മൗലവി വളരെ വിശാലമായി വിശദീകരിച്ചിട്ടുണ്ട്. 2-3-4 പേജുകളിലായിട്ട് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത വചനങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.